നമസ്കാരം. നാട്ടിലോട്ടുമായി സ്വന്തം നാട്ടിലാണ്. സ്വന്തം നാട് എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലെ പരവൂർ നഗരസഭയാണ്. തീരദേശ ഗ്രാമമാണ്. തീരദേശ ഗ്രാമമാണോ പട്ടണമാണോ എന്നൊക്കെ ഇവിടെ വന്നിട്ടുള്ള ആളുകളാണ് പറയേണ്ടത്. അതായത് ഈ രണ്ട് അഴിമുഖങ്ങൾ അതിലിടുന്ന മനോഹരമായ സ്ഥലമാണ്. പിന്നെ പരവൂർ കായലിൻ്റെ വിശാലത, പാടങ്ങളുണ്ട്, കായലുണ്ട്, തോടുകളുണ്ട്, മൊത്തത്തിൽ നല്ല രസമാണ്. ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ പരവൂരിലേക്ക് വരുന്നുണ്ട്. ഒരു കാലത്ത് കയറിനൊക്കെ പേര് കേട്ട സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. കഴിഞ്ഞ 5 വർഷമായി പരവൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണവും ഭയങ്കര പ്രത്യേകത നിറഞ്ഞൊരു ഭരണമാണ്. 32 വാർഡാണ് ഇവിടെ മൊത്തം ഉള്ളത്. 32 വാർഡിൽ LDFന് 14, UDFന് 14, പിന്നെ 4 വാർഡുകൾ BJPക്കാണ്. സ്വാഭാവികമായും LDFനും UDFനും തുല്യ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് BJP ഒരു തീരുമാനത്തിന് അനുകൂലമായോ എതിരായോ കൈവെക്കാതിരുന്നാൽ കൂടുള്ള അവസ്ഥ എന്തായിരിക്കും? ചെയർമാനെയും വൈസ് ചെയർമാനെയും തിരഞ്ഞെടുത്ത് നറുക്കിട്ട UDFൻ്റെ ചെയർപേഴ്സൺ, LDFൻ്റെ വൈസ് ചെയർമാൻ. ഇതാണ് കഴിഞ്ഞ 5 വർഷം ഞങ്ങളുടെ നാട്ടിലെ ഭരണത്തിൻ്റെ അവസ്ഥ. കേൾക്കുമ്പം തന്നെ അറിയാലോ, ഒന്നും നടന്നിട്ടില്ല, ഒരു കാര്യവും നടന്നിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്ത് ഈ 5 കൊല്ലം ഇവരെങ്ങനെ പോയി, അതാണ് സംഭവിച്ചത്. ഇക്കുറി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല. ഏതായാലും അതിഭയങ്കരമായ വാശിയേറിയ മത്സരങ്ങൾ ഇവിടെ നടക്കുന്നു. അപ്പോൾ നാട്ടിലേക്ക് വന്ന വഴിക്ക് പറ്റുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ എല്ലാവരും പറ്റത്തില്ല. കാരണം 10-32 വാർഡിലായിട്ട് കുറേ സ്ഥാനാർത്ഥികളുണ്ട്. നമ്മളൊരു കറക്കത്തിനിടയ്ക്ക് നമുക്ക് കിട്ടുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാം. വിശേഷമായ ചില സംഭവങ്ങളോടൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് എടുത്തു കളയാം. ഓക്കെ. നഗരസഭയിലെ തീരദേശ വാർഡുകളിലൊന്നാണ് വാർഡ് നമ്പർ 20, കൊരണ്ടിക്കുളം. UDFന് വ്യക്തമായ മേധാവിത്വമുള്ള വർഷങ്ങളായി UDF അംഗങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നു. UDF സ്ഥാനാർത്ഥിയും സംഘവുമാണ് വരുന്നത്. നമസ്കാരം. ഞാൻ നോക്കായിരുന്നു, ഇവിടെ LDFൻ്റെ ഒക്കെ ചോരെഴുത്തും പോസ്റ്ററും ഒക്കെ ഉണ്ട്. UDF സ്ഥാനാർത്ഥി അതൊന്നുമില്ല. കാരണം നമുക്ക് തന്നെ പോസ്റ്ററിൻ്റെ ഒന്നും കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, പ്രചരണത്തിന് ഒരു പ്രത്യേക രീതി ആവിഷ്കരിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. കാരണം ഈ പോസ്റ്ററും അതുപോലെ തന്നെ ബാനറും ബോർഡും ചുവരെഴുത്തും ഒന്നും അല്ല, ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എങ്ങനെയാണ് അപ്പോൾ അഭ്യർത്ഥനയും ഇല്ല, നമ്മൾ നേരിട്ട് പരമാവധി ആളുകളെ കാണുക. എല്ലാവരും എൻ്റെ വളരെ അടുത്ത ആളുകളാണ്, എല്ലാവരെയും നല്ലവണ്ണം അറിയാവുന്ന ആളുകളാണ്. ഇവിടെ എൻ്റെ ഒരു പോസ്റ്റർ എഴുതി ഒട്ടിക്കുകയോ ഒരു ചുവരെഴുത്തുകൊണ്ട് കാര്യമില്ല. എല്ലാവരും നമ്മുടെ പിന്നെ ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ആളുകളുടെ അവകാശമാണ്. നമുക്ക് പറയാൻ മാത്രമേ അവകാശമുള്ളൂ എന്നുള്ള പറയാൻ പറഞ്ഞു. ഇത് പരവൂർ സജീവ്, പേരിനൊപ്പം പരവൂരിനെ കൊണ്ടു നടക്കുന്ന ആളാണ്. ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിലൊന്നാണ്. UDF അധികാരത്തിൽ വന്നാൽ പരവൂർ നഗരസഭയുടെ അധ്യക്ഷനാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാളുകൊണ്ടാണ്. ഈ വർഷങ്ങളായിട്ട് ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിലൊന്നാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ്? നമുക്ക് ഈ 14 എന്നൊക്കെ മാറി ഇത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഭരണമെന്ന് ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ? കഴിഞ്ഞ 5 വർഷക്കാലം ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ട് കൂടി നല്ല നിലയിൽ ഭരണം നടത്തിയ ഒരു നഗരസഭയാണ് പരവൂർ നഗരസഭ. ഗവൺമെന്റിന്റെ ചില ഫണ്ട് നൽകുന്നതിൽ ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒഴിച്ചാൽ ഗവൺമെന്റ് തന്ന മുഴുവൻ ഫണ്ടും വളരെ കൃത്യമായി ഉപയോഗിക്കുവാൻ കഴിഞ്ഞ ഒരു നഗരസഭയാണ്. അത് ഒരു വലിയ മിടുക്കാണ്. ഇത്തവണത്തെ ട്രെൻഡ് ഒരു പ്രത്യേക ട്രെൻഡാണ്. ഒന്ന്, കേരളത്തിലെ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം. 2, സ്വാമി നമ്മുടെ ശബരിമലയിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ആളുകളുടെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. വിലക്കയറ്റം അതിരൂക്ഷമാണ്. ഗ്യാസിന് സബ്സിഡി നിർത്തലാക്കി, പെൻഷനൊക്കെ ചില ചെറിയ വർധനവ് വരുത്തിയെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് വർധനവ്, വെള്ളക്കര വർധനവ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജ്, ഭൂമി നികുതി, അതുപോലെ തന്നെ ഈ എല്ലാ പെർമിറ്റുകൾക്കും ടാക്സ് വർദ്ധിപ്പിച്ചു. ഇത്തരത്തിൽ ഗവൺമെന്റിനായി ശക്തമായ വികാരമുണ്ട്. പരവൂർ മുനിസിപ്പാലിറ്റി സംബന്ധിച്ച് ഇത്തവണ UDFന് വ്യക്തമായി ഭൂരിപക്ഷം ഉണ്ടാകുന്ന തരത്തിലാണ് തീരദേശ
വാർഡുകൾ ഒരു പരിധിവരെ മുഴുവൻ തീരദേശ വാർഡുകളും നമ്മൾ ജയിക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ CPM-ന്റെ കേന്ദ്രങ്ങളായ കൂനയിലും പെരുമ്പുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ അട്ടിമറി വിജയം നടക്കാൻ സാധ്യതയുണ്ട്. UDF-ന്റെ നേതൃത്വത്തിൽ ഉള്ളൊരു ഭരണം പരവൂർ നഗരസഭയിൽ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം. അതാണ് സ്ഥാനാർത്ഥിയുടെ ഒരു ആത്മവിശ്വാസം. ഏതായാലും നേരത്തെ പറഞ്ഞതിന് വളരെ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ചെവരെഴുത്തില്ല, പോസ്റ്ററില്ല, അഭ്യർത്ഥന പോലുമില്ല. ആളുകളുമായി നേരിട്ട് സംസാരിക്കുന്നു, അവരോടൊപ്പം നിൽക്കുന്നു. ആ ഒരു വ്യത്യസ്തതയും പിന്നെ ചിരപരിചിതമായ മുഖവും ഇത് രണ്ടും വിജയം കൊണ്ടുവരും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പരവൂർ ടീമും സംഘവും. പരവൂർ നഗരസഭയുടെ 30-ാം വാർഡിലാണ് നമ്മൾ നിൽക്കുന്ന മാങ്ങാക്കുത്ത്. ഈ നേരത്തെ പറഞ്ഞു, വിനോദസഞ്ചാരത്തിന് അനന്ത സാധ്യതകളെ പോലെ തന്നെ ഒരു കാലത്ത് കയറിന് പേരുകേട്ട ഒരു സ്ഥലമായിരുന്നു പരവൂർ. കയർ നിർമ്മിക്കുന്ന ധാരാളം കേന്ദ്രങ്ങൾ ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ എനിക്ക് മുന്നിലുള്ളത് അതുപോലൊരു ചെറിയ പാക്കടവും 1-2 തൊഴിലാളികൾ പണിയെടുക്കുന്നൊരു സ്ഥലമാണ്. പ്രതാപകാലത്തേക്ക്, ആ കയറിൻ്റെ പ്രതാപകാലത്തേക്കൊക്കെ പരവൂർ തിരിച്ചു പോകും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും രാവിലെ തന്നെ സജീവമാണ് കാര്യങ്ങൾ. വോട്ട് ചോദിക്കാൻ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയിട്ടുണ്ട്, വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. ഈ വാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരവൂർ നഗരസഭയിൽ RSP കൗൺസിലർമാരുള്ള അതാണ്. 2 കൗൺസിലർമാർ, UDF-ന്റെ 2 കൗൺസിലർമാർ RSPക്കാരാണ്. അവർ ഈ വർഷവും മത്സരിക്കുന്നുണ്ട്. നമ്മളുള്ളത് RSP സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വാർഡിലാണ്. പരവൂർ നഗരസഭയിലെ 30-ാം വാർഡിലെ സിറ്റിംഗ് കൗൺസിലറാണ് സഖാവ് ഗീത. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ വാർഡിൻ്റെ കൗൺസിലറാണ്. കഴിഞ്ഞ പ്രാവശ്യം ജനറൽ സീറ്റിലും ഗീതയൊന്നും മത്സരിച്ചു. ആ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിലെ ജനങ്ങളും ഈ നഗരസഭയിലെ ജനങ്ങളും വിലയിരുത്തും. വീണ്ടും ഗീത 30-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഇപ്പോൾ വനിതാ സീറ്റാണ്. തൊട്ടടുത്ത് കാണുന്ന 32-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് മിനിയും കഴിഞ്ഞ 5 വർഷക്കാലമായി ആ വാർഡിൻ്റെ കൗൺസിലറും നഗരസഭയുടെ 2 പേരും 2.5 വർഷം വീതം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ 32-ാം വാർഡ് ജനറൽ സീറ്റ് ആണെങ്കിൽ പോലും ആ വാർഡിൽ ഏറ്റവും സുപരിചിതയായിട്ടുള്ള സിറ്റിംഗ് കൗൺസിലർ തന്നെയാണ് ഞങ്ങളിപ്പോഴും സ്ഥാനാർത്ഥിയാക്കി മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ജനങ്ങളുടെ പ്രത്യേകിച്ചും വ്യക്തിഗത ആനുകൂല്യങ്ങൾ രാഷ്ട്രീയ വിവേചനമില്ലാതെ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം 2 പേരും അതുപോലെ തന്നെ ഈ നഗരസഭയിലെ പല കൗൺസിലർമാരും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഇവർ ഒരു പരാതികളുമില്ലാതെ നടത്തിയിട്ടുണ്ട്. പിന്നെ പദ്ധതി വിഹിതത്തെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന കുറവായിരുന്നു കിട്ടിയിട്ടുള്ളതെങ്കിൽ പോലും ഉള്ള പദ്ധതി വിഹിതം ഈ വാർഡുകളിൽ 2 വാർഡുകളിലും വളരെ കാര്യമായി തന്നെ വിനിയോഗിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൂർത്തിയാക്കപ്പെടുന്നതിന് വേണ്ടി ഒരു അവസരവും കൂടെ അവർ കിട്ടണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഞങ്ങൾ അഭിമാനപൂർവ്വം RSPക്ക് ഈ 32 കൗൺസിലർമാരുള്ള പരവൂർ നഗരസഭയിൽ 2 വാർഡിൽ കഴിഞ്ഞ തവണയും മത്സരിച്ചു, 2 ജയിച്ചു. ഇത്തവണയും ഞങ്ങൾ 2 പേരും 2 സ്ഥാനാർത്ഥികളെടുത്ത് മത്സരിക്കുകയാണ്. UDF-ന് വമ്പിച്ച വിജയം ഉണ്ടാവുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. പരവൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളവും ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള ഒരു നഗരസഭയാണ്. തീർച്ചയായിട്ടും നമ്മുടെ തീരദേശ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കടലും കായലും തൊട്ടടുത്ത് റോഡിനപ്പുറവും അപ്പുറവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം വേറെ ഈ കൊല്ലം ജില്ലയിൽ ഇത്രയും ആകർഷകമായൊരു സ്ഥലം വളരെ വിരളമായേ കാണാൻ കഴിയുള്ളൂ. പക്ഷേ എന്നാൽ നമ്മുടെ ഈ കാലാകാലങ്ങളിൽ നമ്മുടെ നഗരസഭയ്ക്ക് ഈ ടൂറിസം വികസനത്തിന് വേണ്ടി കാര്യമാത്ര പ്രസക്തമായ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കാലത്ത് തന്നെ 5 വർഷക്കാലം, അതായത് ഞറുക്കെടുപ്പിലൂടെയാണ് ചെയർമാനെയും വൈസ് ചെയർമാനെയും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ ആരെയും വിമർശിക്കാൻ തയ്യാറല്ല. പക്ഷെ അതിൻ്റേതായ നിലയിൽ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ തന്നെ ഭരണം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി പോയി. അതുകൊണ്ടൊരു ക്രിയാത്മകമായ വിമർശനങ്ങളോ കാര്യമാത്ര പ്രസക്തമായ ഒരു വലിയ വികസനത്തിനുള്ള എടുത്തിയാട്ടമോ പലപ്പോഴും നമുക്ക് നടത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മുന്നണി പൂർണ്ണമായും ഭരണത്തിൽ വന്നെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തിൻ്റെ വികസനം പൂർത്തിയാക്കാൻ കഴിയൂ. അത് UDF അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. പരവൂർ നഗരസഭയിൽ കനത്ത പോരാട്ടം നടക്കുന്ന 9-ാം വാർഡിലാണ് നമ്മളുള്ളത്. ഒല്ലാൽ വാർഡ് എന്ന് പറയും. ഇവിടെ UDF സ്ഥാനാർത്ഥിയുണ്ട്, UDF-ന് ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്,
പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്, പിന്നെ LDFിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥികളുണ്ട്. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4 സീറ്റുകളാണ് അവർക്ക് നഗരസഭയിലുള്ളത്. അത് മെച്ചപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തുന്നുണ്ട്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ അണിനിരത്തി ഇത്തവണ ഭരണം പിടിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് BJP രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് BJPയുടെ പ്രവർത്തന രീതികൾ പ്രചാരണത്തിലേക്ക് ഒന്ന് പോയി വരാം. എൻ്റെ മനസ്സിൽ 1995 ഫസ്റ്റ് ആദ്യത്തെ മുനിസിപ്പൽ ഇലക്ഷനിൽ ഞാൻ ഇലക്ഷൻ കൺവീനറായിരുന്നു. അന്ന് കാര്യമായ മുന്നേറ്റം എന്ന് പറയുന്ന ഒരു സീറ്റിൽ നമുക്ക് 1ാം സ്ഥാനം എത്താനും പല സീറ്റുകളിലും 2ാം സ്ഥാനവും കെട്ടിവെച്ച കാശ് വാങ്ങിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇലക്ഷൻ തന്നെ. അതിനുശേഷം നമുക്ക് കാര്യമായ ഒരു മുന്നേറ്റം നടത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 30 വർഷക്കാലം കൊണ്ട് നമുക്ക് ഒരു 4 സീറ്റിൻ്റെ വർധനമാണ് നമുക്കുണ്ടായത്. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നു, ഈ വർഷം ഇത്തവണത്തെ ഈ 2025 ഇലക്ഷനിൽ വലിയൊരു കുതിച്ചാട്ടം പരവൂരിലുണ്ടാകും. പരവൂരിലെ ഭരണം BJP പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. അതിന് വേണ്ട 2 അക്കത്തിന് മുകളിൽ എന്തായാലും പരവൂർ മുനിസിപ്പാലിറ്റിയിൽ BJPക്കാരുണ്ടാകും. അതിൻ്റെ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വാർഡ് 2 കുളങ്ങളല്ല 2 പുഴകൾ കടന്നു പോകുന്ന ഒരു വാർഡാണ് ഒല്ലാൽ. ആ 2 പുഴകളെന്ന് പറയുന്നത് വളരെ വൃത്തിഹീനമായ പുഴകളാണ്, തോടുകളാണ്. ഒന്ന് ശുദ്ധമായ ജലം ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. ശുദ്ധമായ യാത്ര സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള പാതകൾ വലിയ പാതയല്ല ഞാൻ പറയുന്നത്, ചെറിയ ഇടപ്പാതകളുണ്ട്. അതിൽ നിന്ന് വൃത്തിഹീനമാണ്, വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, കാടുകൾ മൂടിക്കിടക്കുന്നു. അതെല്ലാം നമുക്ക് വലിയ ചിലവുകളില്ലാതെ ജനപങ്കാളിത്തത്തോടു കൂടി നമുക്ക് നടത്താൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു മാതൃകാ വാർഡായിട്ട് ഒല്ലാൽ വാർഡിനെ എനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഒരു മാറ്റം പരവൂരിൽ തീർച്ചയായിട്ടും പരവൂരിൻ്റെ നാനാഭാഗങ്ങളിലും അതിൻ്റെ പ്രതിനിധി എത്തും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാൻ കൊള്ളുന്നത്. എന്തായാലും ഒല്ലാൽ ഇത്തവണ BJPക്കാണ്. അത് നമ്മുടെ കഴിവല്ല, ഒല്ലാലിൻ്റെ ജനങ്ങൾ നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ് ഏതായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നെ നല്ല വർക്കാണ് പരവൂരിൽ പുതിയ നടക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും. ഒല്ലാൽ മാത്രമല്ല, നോർത്ത് മേഖലയിൽ നമുക്ക് ഇതുവരെ കടന്നെത്താൻ പറ്റാത്ത ഒരു മേഖലയാണ് നോർത്ത്. ഏതാണ്ട് 14ഓളം വാർഡുകൾ ഉൾക്കൊള്ളുന്നതാണ് നോർത്ത് മേഖല. ആ നോർത്ത് മേഖലയിൽ നിന്ന് കുറഞ്ഞത് 7ഓളം സീറ്റ് നമ്മൾ ആൾറെഡി ഉറപ്പിച്ചിട്ടുണ്ട്. അത് വിജയിക്കുക തന്നെ ചെയ്യും. ഇത്രയാണ് എനിക്ക് പരവൂർ ജനങ്ങളോട് പറയാനുള്ളത്, എൻ്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. പരവൂർ നഗരസഭയിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന വാർഡിലാണ് ഞാനുള്ളത്. വാർഡ് നമ്പർ 25. LDFിനെയും NDAയും സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസ്റ്റീജ് പോരാട്ടം നടക്കുന്ന സ്ഥലം. LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി അംഗം K. സേതുമാധവനാണ്. NDAയുടെ സ്ഥാനാർത്ഥി പ്രദീപ് ജിയാണ്. പ്രദീപ് BJPയുടെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ്. ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് പ്രദീപിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് BJP പരവൂരെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 സീറ്റിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അവർ പോകുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്ക് പ്രദീപിനോട് സംസാരിക്കാം. പ്രദീപ്, ഈ പരവൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പരവൂർ നഗരസഭയിലെ എല്ലാ വാർഡിൽ നിന്നും ആളുകൾ നോക്കുന്നൊരു മത്സരം ഈ വാർഡിലാണ്. ഇവിടുത്തെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവും CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവും മുഖാമുഖം വരുന്ന ഒരു മത്സരം. അതുതന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 4 സീറ്റ് എന്നുള്ളതിൽ നിന്ന് അധികാരം പിടിക്കുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചാണ് ഇത്തവണ മത്സരത്തിറങ്ങുന്നതെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് മൊത്തത്തിൽ ഈ നഗരസഭയിലെ പോരാട്ടത്തെ വിലയിരുത്തുന്നത്? നഗരസഭയിൽ പോരാട്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 സീറ്റാണല്ലോ നഗരസഭയിലുള്ളത്. അപ്പോൾ 4 സീറ്റ് എന്നുള്ളത് നമ്മൾ ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യം. അപ്പം ഭരണം പിടിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ നോർത്ത് മേഖലയിലേക്കെന്ന് പറഞ്ഞാൽ നോർത്ത് മേഖലയിൽ നമുക്ക് വലിയ ഒരു മാറ്റം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവും. സൗത്ത് മേഖലയെ സംബന്ധിച്ച് സൗത്ത് മേഖലയിലായിരുന്നു നമുക്ക് 4 കൗൺസിലർമാരുള്ളത്. പക്ഷേ ഇക്കുറി നമ്മൾ നോർത്തിലും സൗത്തിലും വളരെ ശക്തമായ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാവും. പരവൂർ നഗരസഭയിലെ ഭരണം നമ്മളെ BJPയുടെ കരങ്ങളിൽ തന്നെ എത്തും. ഈ വാർഡിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും ഈ നഗരസഭയിൽ എല്ലാവരും ഈ വാർഡ് വ്യത്യാസമില്ല, എല്ലാവരും ഒറ്റുനോക്കുന്നൊരു പോരാട്ടം. 2 ശക്തരായ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടമാണ്. എങ്ങനെയാണ് ഈ മത്സരത്തെ? ഈ മത്സരം നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് BJP ഭരിക്കുന്ന ഒരു വാർഡാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട്
അപ്പോൾ 10 വർഷത്തെ വികസനങ്ങൾ ജനങ്ങൾക്കറിയാം. 10 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറവൂർ നഗരസഭയുടെ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തും. പറവൂർ നഗരസഭയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കയർ മേഖല, കശുവണ്ടി മേഖല, ഈ വാർഡിൽ തന്നെ കയർ മേഖല എന്ന് പറയുന്ന ഒരു സമയത്ത് ഈ നമ്മുടെ പറവൂരിലെ എല്ലാ വീടുകളിലുള്ള തേങ്ങ ഇവിടെ കൊണ്ടുവന്ന് പറവൂർ കുറുമണ്ടൽ വാർഡിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ അത് തൊണ്ട് കായലിൽ താത്ത് ചകിരിയാക്കി മാറ്റിയിട്ട് കയർ ഉൽപ്പാദിപ്പിച്ച് ഇവിടുന്ന് കയറ്റി വിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പം കയർ മേഖലയും കശുവണ്ടി മേഖലയൊക്കെ മുച്ചൂടും പറവൂർ നഗരസഭയെ സംബന്ധിച്ച് അത് തകർന്നിരിക്കുകയാണ്. പിന്നെ അതുപോലെ ടൂറിസം മേഖല, പറവൂർ നഗരസഭയുടെ ടൂറിസം മേഖല നമ്മൾ മനസ്സിലാക്കണം. തെക്കുംഭാഗം പൊഴിക്കരയെ സംബന്ധിച്ച് ടൂറിസം മേഖലയ്ക്ക് വളരെ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഇപ്പം നമുക്കറിയാം കേന്ദ്രത്തിന്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് വളരെ വലിയ രീതിയിൽ ടൂറിസം മേഖലയെ വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അതൊന്നും ഈ പറവൂർ നഗരസഭയിൽ നാളിതുവരെയായിട്ട് ഇവിടെ ഇടതും വലതും ഭരിക്കുന്നു. അവരിതൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പോൾ അതെല്ലാം ജനങ്ങൾ വിലയിരുത്തും. ജനങ്ങൾ വിലയിരുത്തിയിട്ട് ഇക്കുറി പറവൂർ ഈ 25-ാം വാർഡിലെ ഭരണ തുടർച്ച, അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളെ ഈ വാർഡിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയിലുള്ള വീട്, ഭവനം ആയാലും, അതുപോലെ തന്നെ കുടിവെള്ള കണക്ഷൻ, അമൃത് പദ്ധതിയിൽ കൊടുത്തിട്ടുള്ള കുടിവെള്ള കണക്ഷൻ ആയാലും, അതുപോലെ തന്നെ ശുചിത്വ മിഷനിൽ കൊടുത്തിട്ടുള്ള ടോയ്ലറ്റ് ആയാലും, അതുപോലെ തന്നെ റോഡ്, ഇന്റേണൽ റോഡുകളും ടാറിങ്ങും അത്തരത്തിലുള്ള അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഗുണഭോക്താക്കളുടെ ഈ ആനുകൂല്യങ്ങളും, ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് 25-ാം വാർഡിലെ ജനങ്ങളിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനടക്കമുള്ള 2015 ഞാനായിരുന്ന കൗൺസിലർ, ഇപ്പോൾ 2015 ശേഷം അടുത്തൊരു കൗൺസിലർ BJP തന്നെ തുടർച്ചയായിട്ടുണ്ടായിരുന്നു. ഈ 2 കൗൺസിലർമാരും നമ്മുടെ ഈ പറവൂർ കുറുമണ്ടൽ 25-ാം വാർഡിൽ നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കുറുമണ്ടൽ വാർഡിലെ ജനങ്ങൾ ശരിക്കും അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇവിടുത്തെ ജനങ്ങൾ വീണ്ടും ഇനിയും BJPയുടെ കൗൺസിലറെ തന്നെ ഇവിടെ വീണ്ടും വോട്ടിട്ട് വിജയിപ്പിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ മാർക്കറ്റ് വാർഡല്ലോ. മാർക്കറ്റ് വാർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് നിൽക്കുന്നത് ടൗൺ വാർഡിലാണ്. ടൗൺ വാർഡിൻ്റെ നേരെ എതിർവശത്തുള്ള വാർഡാണ് മാർക്കറ്റ് വാർഡ്. മാർക്കറ്റ് വാർഡ് സത്യം പറഞ്ഞാൽ ഈ പറവൂർ മുനിസിപ്പാലിറ്റി രൂപീകൃതമായ ശേഷം ഇന്നേ വരെ UDF അംഗങ്ങളെ മാത്രം ജയിച്ചിട്ടുള്ള, കോൺഗ്രസ് അംഗങ്ങൾ മാത്രം ജയിച്ചിട്ടുള്ള ഒരു വാർഡാണ്. ആ മാർക്കറ്റ് വാർഡിലാണ് LDFിൻ്റെ സ്ക്വാഡ് വർക്ക് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ അട്ടിമറിച്ച് സംഭവിക്കും എന്നാണ് LDF പ്രവർത്തകർ പറയുന്നത്. ഏതായാലും ഒരു വലിയ സ്ക്വാഡുണ്ട്, അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അവർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന്. നമ്മൾ ഈ മുനിസിപ്പാലിറ്റി ഉണ്ടായതിനു ശേഷം UDF അംഗങ്ങളെ മാത്രം ജയിച്ചിട്ടുള്ളൊരു വാർഡ്. പക്ഷെ ഇത്രയും വലിയൊരു സ്ക്വാഡ് വർക്ക് കാണുമ്പോൾ ഭയങ്കര ആത്മവിശ്വാസം ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം ഒരു 7 വർഷമായിട്ട് ഞാൻ ഇവിടെ ആശാ വർക്കറായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അതിൻ്റെ എല്ലാ വീട്ടിലും എനിക്ക് നല്ല രീതിയിലുള്ള സഹകരണമാണ്. ഇതുവരെ ഞാൻ നല്ല രീതിയിലാണ് അവരോട് നല്ലൊരു ബന്ധമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ചെല്ലുമ്പോഴും എല്ലാം അവരുടെ ഇങ്ങോട്ടുള്ള പ്രതികരണവും അതുപോലെയാണ് വന്നിരിക്കുന്നത്. വളരെ സന്തോഷമാണ്. ഇപ്പം ആളുകളെല്ലാം പ്രതികരണം ഇങ്ങനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മൂക്ക് തന്നെ തരും എന്നുള്ള രീതിയിലെല്ലാം പറയുകയൊക്കെ ചെയ്യും. എനിക്ക് എന്തായാലും നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം എല്ലാവരും എൻ്റെ പിറകെയുണ്ട്. ഇത് കഴിഞ്ഞായാലും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. UDF സ്ഥാനാർത്ഥി കുറച്ച് മുമ്പ് UDF സ്ഥാനാർത്ഥി സ്ക്വാഡ് നമ്മൾ കണ്ടതാണ്. ഇവിടെ BJP സ്ഥാനാർത്ഥി ഉണ്ട്. പക്ഷേ BJP സ്ഥാനാർത്ഥി ചുവരെഴുത്തോ പോസ്റ്ററോ ഒന്നും തന്നെ BJP സ്ഥാനാർത്ഥിയുടെ വകയായി ഇവിടെ കാണുന്നില്ല. ഏതായാലും മത്സരം ഈ വാർഡിൽ LDFും UDFും തമ്മിൽ തന്നെയാണ്. പറവൂർ നഗരസഭയിലെ 7-ാം വാർഡ് ആയിരവല്ലി എന്നറിയപ്പെടുന്ന വാർഡിലാണ് നമ്മളിപ്പോൾ. ഇവിടെ വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുകയാണ്. വളരെ സജീവമായൊരു തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തുണ്ട്. നമ്മൾ ഈ മൊത്തം കറക്കമൊക്കെ അറിയുന്നതിപ്പം കണ്ട ഏറ്റവും വലിയ ഒരു സ്ക്വാഡ്, ധാരാളം ചെറുപ്പക്കാരൊക്കെ ഉള്ളൊരു വലിയ സ്ക്വാഡാണ്. ഏതായാലും നമുക്ക് അവരോട് കൂടെ കുറച്ച് സമയം ഒന്ന് ചെലവഴിച്ചു നോക്കാം. ഒരു പാർട്ടിയുടെ കയ്യിലേക്ക് അധികാരം വരാത്തൊരു പ്രശ്നം കഴിഞ്ഞ 5 കൊല്ലം നാട്ടുകാർ അനുഭവിച്ചതാണ്. അതിൻ്റെ ഒരു മാറ്റം വരുമോ ഇത്തവണ? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറവൂർ നഗരസഭ ഇത്തവണ അധികാരത്തിൽ വരും എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 5 വർഷക്കാലം UDFന് 14, LDFന് 14, BJPക്ക് 4 വന്നതിൻ്റെ ഒരവസ്ഥ പറവൂർ നഗരസഭയുടെ ഭരണത്തിന് UDFൻ്റെ ഭരണം വല്ലാത്തൊരു കുഴപ്പത്തിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാട്ടിലൊരു വികസനവും നടത്താൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനം പറവൂർ നഗരസഭ കഴിഞ്ഞ 5 വർഷക്കാലം നടന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് MLA മുൻകൈയെടുത്തുകൊണ്ട് ഏതാണ്ട് 136 കോടി രൂപയുടെ വികസന പ്രവർത്തനം പറവൂര് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും മാറ്റം വരും. പറവൂര് ഞങ്ങളൊരു 21 സീറ്റ് വരെ പിടിക്കാനാണ് സാധ്യതയുള്ളത്.
അതിൻ്റെ നേർചിത്രമാണ് സഖാവ് സേതുമാധവൻ്റെ നേതൃത്വത്തിൽ പരവൂര് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായും എല്ലാ വാർഡിലും ഒരു പ്രത്യേകതര മാറ്റം തന്നെ LDFന് വന്നിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പകൽ മുഴുവൻ നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം കണ്ട് അതിലൂടെ കടന്ന് നമ്മളിപ്പോൾ പരവൂരിൻ്റെ തീരദേശ മേഖലയിൽ എത്തിയിരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ തീരദേശ മേഖലയിലെ ഓരോ വാർഡുകളിലെയും വിജയം നിർണായകമാണെന്ന് LDF തന്നെ സംബന്ധിക്കുന്നുണ്ട്. UDF-ന്റെ ശക്തി ദുർഗങ്ങളാണ് ഈ പ്രദേശങ്ങളെല്ലാം. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി LDF-ന് ശക്തമായി സാന്നിധ്യം വഹിക്കാൻ ഇവിടെ കഴിയുന്നുണ്ട്. എനിക്ക് മുന്നിൽ കാണുന്നത് ഇവിടുത്തെ ഒരു മേഖലാ കുടുംബയോഗമാണ്. പരവൂർ മുനിസിപ്പാലിറ്റിയെ പല മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള ഒരു കുടുംബയോഗം ഇവിടെ നടക്കുന്നു. തീരദേശ മേഖല ഈ കുടുംബയോഗത്തിൽ സംസാരിക്കാൻ എത്തുന്നത് മുതിർന്ന CPM നേതാവും പരവൂർ നിവാസിയുമായ ശ്രീ PK ഗുരുദാസനാണ്. വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ ജന്മനാട്ടിലേക്ക് വന്ന് പാർട്ടി പ്രവർത്തകരുമായി സംസാരിക്കുകയാണ്. നമുക്ക് ഏതായാലും ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. പിന്നീട് പാർട്ടി നേതാക്കൾ സംസാരിക്കാനുള്ളത് എന്താണെന്ന് അറിയാം. പരവൂർ നഗരസഭയിൽ ഇപ്പോൾ 32 വാർഡുകളാണ്. വാർഡ് വർദ്ധിക്കാത്ത മുനിസിപ്പാലിറ്റിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 14 LDF-ഉം 14 UDF-ഉം 4 BJP-യുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞറക്കെടുപ്പിലൂടെയാണ് ചെയർമാൻ അന്ന് UDF-നാണ് കോൺഗ്രസിനാണ് ലഭിച്ചത്. വൈസ് ചെയർമാൻ LDF-നുമാണ് ജയിപ്പിച്ചത്. നഗരസഭാ ഭരണത്തെ സംബന്ധിച്ച് ചെയർമാനാണ് നഗരസഭയുടെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ്. ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതും ഇത് കൗൺസിൽ പൈലറ്റ് ചെയ്യുന്നതും പ്രധാനമായും ചെയർമാനാണ്. ഇപ്പോൾ ഫലത്തിൽ UDF-നായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ഒരു വികസനത്തിൽ പിന്നോട്ടടി കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് ഇടതുപക്ഷ മുന്നണിയുടെ കൗൺസിൽ ഉണ്ടായിരുന്ന കാലത്ത് തുടങ്ങി വെച്ച പല പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളും മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു താല്പര്യം കാണിച്ചിരുന്നില്ല. ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഒട്ടേറെ പ്രോജക്റ്റുകൾ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് ആരംഭിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ടൂറിസത്തിന് വലിയ പ്രാധാന്യമുള്ള മേഖലയാണ്. ആ നിലയിലും പുതിയ ഒരു പദ്ധതിക്കും പ്രധാനമായ ഒരൊറ്റ പദ്ധതിയും പുതുതായിട്ട് തുടങ്ങാനുള്ള ഒരു മുൻകൈ പ്രവർത്തനം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരസഭയിലാകെ നടന്നിട്ടുള്ള ചില വികസന പദ്ധതികൾ ഗവൺമെൻറ് ഇടതുപക്ഷ രാജ്യത്തിനുള്ള ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള കിഫ്ബി വഴിയുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി തെക്കുംഭാഗത്തെ ഏക ഹയർ സെക്കൻഡറി സ്കൂളിന് 3,10,00,000 രൂപയുടെ പുതിയ ബിൽഡിങ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് വന്നിട്ട് കഴിഞ്ഞ വർഷം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ കോട്ടപ്പുറം LPS-ൽ 1,10,00,000 രൂപയുടെ പുതിയൊരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട ചില പ്രോജക്റ്റുകളാണ്. പരവൂർ മാർക്കറ്റിൽ തന്നെ ഫിഷ് മാർക്കറ്റ് കഴിഞ്ഞ LDF പിണറായി ഗവൺമെൻറ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയായ മേഴ്സിക്കുട്ടിയമ്മയുടെ കാലത്ത് പുതിയ ആധുനിക ഫിഷ് മാർക്കറ്റിനുള്ള പണം അനുവദിച്ചെങ്കിലും അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ തന്നെ നമ്മുടെ ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കൗൺസിലിൻ്റെ കാലത്ത് തന്നെ സ്ഥലം കണ്ടെത്തിയതാണ്. പക്ഷേ ആ ഫയർ സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനത്തിന് മുൻകൈ എടുത്തിട്ടില്ല. ഇങ്ങനെ പ്രധാനപ്പെട്ട പല പദ്ധതികളും ഒരു പട്ടണം എന്ന നിലയിൽ തീരദേശ പട്ടണമാണ്. പല പ്രധാനപ്പെട്ട ഓഫീസുകൾ ആരംഭിക്കുന്ന കാര്യത്തിലും പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്ന കാര്യത്തിലും മുൻകൈ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പൊതുവേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് രാജ്യത്ത് തന്നെ സമാനതകളാതെ ഒട്ടേറെ വികസന പ്രവർത്തനം നടത്തുന്ന ഒരു സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് ആ നിലയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നഗരസഭയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഗവൺമെൻറ് കാഴ്ചപ്പാടനുസരിച്ച് തീരദേശ ഹൈവേ ഇതുവഴിയാണ് കടന്നു വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കോവളം മുതലുള്ള ജലപാത അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഡ്രഡ്ജിങ് ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പരവൂര് ഉണ്ടായിരുന്നൊരു പ്രാധാന്യം പഴയ കാലത്ത് പിന്നെ ജലഗതാഗതം ഉണ്ടായിരുന്ന കാലത്താണ് പരവൂരിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നത്. അന്ന് വള്ളത്തിലാണ് സാധനങ്ങൾ വരുന്നത്. ഈ മണിയൻകുളം എന്ന് പറഞ്ഞ പ്രദേശത്തായിരുന്നു പരവൂരിനൊരു അന്നത്തെ ഒരു ഹെഡ് ക്വാർട്ടർ. അവിടുന്ന് കാളവണ്ടിയിലാണ് സാധനങ്ങൾക്ക് പോയത്. നാഷണൽ ഹൈവേ വന്നപ്പോൾ ഈ പ്രദേശം ഏതാണ്ട് ഒതുങ്ങിപ്പോയൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് പുതുതായി നാഷണൽ ഹൈവേക്ക് സമാന്തരമായി മലയോര ഹൈവേയും തീരദേശ ഹൈവേയും അതുപോലെ തന്നെ ഈ വാട്ടർ വേയും എല്ലാം പിന്നെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു സ്കീമുകൾ വരുമ്പോൾ നമ്മുടെ നഗരത്തെ സംബന്ധിച്ച് വലിയ സാധ്യതയാണുള്ളത്. ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വർക്കല ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസത്തിൻ്റെ മേഖലയാണ്. ഏതാണ്ട് കാപ്പിൽ വരെ ഞങ്ങളുടെ നഗര അതിർത്തി വരെ ടൂറിസത്തിൻ്റെ മേഖലയായി മാറിയിട്ടുണ്ട്. അതും ഇങ്ങോട്ട് വലിയ സാധ്യതയ്ക്ക് ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള കടലും കായലും എല്ലാം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. അതുകൊണ്ട് വലിയ സാധ്യത വികസന സാധ്യതയുണ്ട്. ഇവിടത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു കയ്യബദ്ധം പരവൂരിലെ ജനങ്ങൾ തിരുത്തുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ ഭൂരിപക്ഷം വാർഡുകളും തിരഞ്ഞെടുക്കപ്പെടുകയും
ആ നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു കൗൺസിൽ നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പിൽ നിലവിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പരവൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം. പിന്നെ കസേര ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇവിടെ എല്ലാം വൈകാതെ ആൾ വരും. ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. പല തരത്തിലുള്ള സ്ഥാനാർത്ഥികളാണല്ലേ. ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയുടെ വടക്ക് വശത്തേക്ക് പോയ നോർത്ത് ഭാഗത്ത് LDFന് മൃഗീയമായ ആധിപത്യമാണുള്ളത്. നേരെ തിരിച്ച് ഇപ്പുറത്തോട്ട് വന്നാൽ സൗത്ത് തീരദേശ മേഖലകളിൽ വന്നാൽ UDFന് ഭയങ്കര ആധിപത്യമുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചുകളിലാണ് സത്യത്തിൽ ഈ ഭരണ സംവിധാനം ആര് നയിക്കണം എന്ന് നിശ്ചയിക്കുന്നതെന്ന് പറയേണ്ടി വരും. UDFനെ സംബന്ധിച്ച് UDFന് ഇവിടുത്തെ ഒരു ബാങ്കുണ്ട്, SNBRC ബാങ്ക് എന്ന് പറയും. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രാഥമിക സഹകരണ ബാങ്കുകളിലൊന്നാണ്. വർഷങ്ങളായി UDF ഭരിക്കുന്ന ബാങ്കാണ്. അവിടുത്തെ 4 ബോർഡ് മെമ്പർമാർ ഇത്തവണ കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബോർഡ് മെമ്പർമാർ മാത്രമേ ഉള്ളൂ. അല്ല, അവിടുത്തെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരിയും കോൺഗ്രസിൻ്റെ റിബലാണ്. ഇതിനെയൊക്കെ തരണം ചെയ്ത് വേണം UDF സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ ജയിച്ചു വരാൻ. LDFനെ സംബന്ധിച്ച് മുന്നണിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷത്തെ 14 സീറ്റുകൾ എന്നുള്ളത് വർദ്ധിപ്പിക്കണം, ഒരു വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് വരണം എന്നാഗ്രഹിച്ചവരും പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ പ്രവർത്തനമടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തപ്പെടും എന്ന് LDFന് പറയാം. BJPക്ക് അവരുടെ 4 സീറ്റ് എന്നുള്ള നിലയിൽ നിന്ന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർ പരിശോധിക്കുന്നു. അവരും വളരെ ശക്തമായി മത്സരരംഗത്തുണ്ട്. ഏതായാലും ആളുകൾ ഓരോന്നും വീക്ഷിക്കുന്നുണ്ട്, ഓരോന്നും വിലയിരുത്തുന്നുണ്ട്. വിലയിരുത്തി 9-ാം തീയതി അവർ തീരുമാനിക്കും ആര് വീക്കണം, ആര് നയിക്കണമെന്ന്. അപ്പോൾ കാണാം.